താഴത്തൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പുറത്ത് വെയിറ്റ് ചെയ്യാം. ആ ഹായ് ജൂലി, എന്തേ അകത്തേക്ക് വരാഞ്ഞത്? യു ആർ ഓൾവേസ് വെൽക്കം. ഇരിക്കൂ. വേണ്ട, എനിക്കൊരല്പം തിടുക്കമുണ്ട്. രണ്ട് ഇൻഫർമേഷൻസ് അതേ വേണ്ടൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. വിത്ത് പ്ലഷർ, ഗോ ഹെഡ്. ആദ്യം തന്നെ വക്കീലായി എൻറോൾ ചെയ്യിച്ചവന്റെ അഡ്രസ്. കോർട്ടലക്ഷ്യം ആവും, ചിലപ്പോ അകത്തും പോവും. സാരമില്ല, അവന്റെ കുറ്റിക്കൊരെണ്ണം കൊടുക്കണം. തന്നെ പോലെ സ്റ്റുപ്പിഡ് ബ്ലഡി നാറിക്ക് ലോയറിന്റെ കുപ്പായം കൊടുത്തതിന്. ഓ, അന്നദാതാക്കളായ തിമിംഗലങ്ങളുമൊത്ത് അങ്ങ് തിമിർക്കുകയാണല്ലേ? തെറി കഴിഞ്ഞു. ഇനി ഒരു ബിസിനസ് ഓഫർ. എനിക്കൊരാളെ കൊല്ലണം. ഒരു 18 നോട്ട് ഔട്ട് കേസ്. കൊലയാളി ഇനി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലിറക്കി ശിക്ഷയില്ലാതെ രക്ഷിച്ചു തരണം. എത്രയാവും സാറിന്റെ കൂലി? പറഞ്ഞോളൂ. ഇവനെ പുറത്തിറക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് അതൊക്കെ കഴിയും. പറ, കൂലി പറ. ഓ, എന്റെ ഫിനാൻഷ്യൽ സോഴ്സിനെ കുറിച്ച് സംശയം ഉണ്ടാവൂല്ലേ? സോഴ്സ് ഇത് തന്നെ. ഇതങ്ങ് വിൽക്കും. തനിക്കറിയാവുന്ന റെഡ് സ്ട്രീറ്റ് കേസൊന്നുമല്ല ഇത്. ഇത്തിരി ഒന്ന് മെനക്കെട്ട തന്നെ പോലെ 3 എണ്ണത്തിന് വിലക്കെടുക്കാൻ 3 ആഴ്ച വേണ്ട എനിക്ക്. ഇപ്പോഴും ആ 18 നോട്ട് ഔട്ട് കേസ് ആരാണെന്ന് ചോദിച്ചില്ലല്ലോ സർ. കുഞ്ഞുലക്ഷ്മി തമ്പുരാട്ടി. ആ, അത് തന്നെ, തന്റെ പെറ്റ തള്ള. പിന്നെ ആ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇയാടെ മന്ത്ലി എക്സ്പെൻസും കുറയും, നല്ല കൂലിയും കിട്ടും. സ്വന്തം സഹോദരനെ കൊന്നവനെ രക്ഷപ്പെടുത്താനുള്ള മെന്റൽ സ്റ്റേച്ചർ ഉള്ളവന് ഇതും പറ്റും. ധൈര്യമായിട്ട് ഈ കേസ് അങ്ങ് ഏക്കുവെക്കില്ലേ? പോടും. വക്കീല് തഴഞ്ഞതോടെ രണ്ടും കൽപ്പിച്ചുള്ളവളുടെ പോക്കുണ്ടോ? തനിക്കയച്ച ഫാക്സിന്റെ കോപ്പി അവള് കോടതിയിലേക്ക് അയച്ചേക്കും. അതോടെ നമ്മുടെ പദ്ധതി എല്ലാം പൊളിയും. പോസ്റ്റ് കാർഡിൽ കത്തയച്ചാൽ അത് റിട്ടായിട്ട് പരിഗണിച്ച് നടപടിയെടുക്കുന്ന ജഡ്ജിമാരുള്ള രാജ്യ. Thank you. ബാവ എന്നോട് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. ഹരിയുടെ മരണമാണ് തനിക്കും എനിക്കും ആവശ്യം. അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ വേണമെന്ന് നമുക്കെന്തിനാ എത്ര വാശി? യെസ്, പുറത്തിറങ്ങിയ ഹരിയുടെ ആയുസ്സിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ബോംബെയിൽ, കേരളത്തിൽ, അല്ലെങ്കിൽ ഈ മഹാരാജ്യത്ത് എവിടെയെങ്കിലും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ട ഒരു അജ്ഞാത ശവം. അതാണ് അവന്റെ ഫേറ്റ്. സത്യം, ബാവ വാക്ക് തെറ്റിക്കില്ല. ഹരിയോടുള്ള പ്രതികാരം തനിക്കും എനിക്കും മാത്രം കുത്തകയല്ല, ബാവയ്ക്കുമായിക്കൂടെ? ജൂലി, നിൽക്ക്. വേണ്ട, പട്ടാപ്പകൽ കോടതി വരാന്തയിൽ ഓടിച്ചിട്ട് നിന്നെ കൊല്ലണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഐ ഡു മൈൻഡ്. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇഷ്ടമില്ലെങ്കിലും കേട്ടേ മതിയാവൂ. നിന്റെ രക്ഷയെ കരുതിയാണ്. എല്ലാം നിന്നോട് പറയണമെന്ന് ലക്ഷ്മി എന്നോട് പറഞ്ഞിരുന്നു. എപ്പോ പറഞ്ഞു ലക്ഷ്മി? വെന്ത് വെണ്ണീറാവുന്നതിനിടയിലോ?
അതോ സ്വപ്നത്തിൽ പ്രേത രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടോ? തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഏതോ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് രവിവർമ്മയ്ക്ക് ഞാൻ കൊടുത്ത ഈ പേപ്പേഴ്സ് കോടതിയിൽ നിഷേധിക്കണം. എന്താണ് ഓഫർ ഇൻ ക്യാഷ്? ലക്ഷ്മിയെ കൊന്നവനോട് ഞാൻ ക്ഷമിക്കില്ല. ലക്ഷ്മിയെ ഞാൻ എന്തിനു കൊന്നു നീ അറിയണം. കള്ള കഥ വേണ്ട. ജേർണലിസ്റ്റിന്റെ വേഷം കെട്ടിയവളല്ല ഞാൻ, തന്നെ പോലെ. ഏത് കോപ്പിലെ ജേർണലിസ്റ്റ് ആടി നീ? കേരളത്തിലെ വിദ്യയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി അവന്റെ അളിയന് കൊടുത്ത സ്ത്രീധന കോളേജ്, സ്കൂൾ ഓഫ് ജേർണലിസം, അത് ലണ്ടനിലെ തോംസൺ ഫൗണ്ടേഷൻ ഒന്നും അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ഉണക്ക കോഴ്സിന്റെ ഒരു ഡിപ്ലോമ പോലും ഇല്ലല്ലോ നിന്റെ കയ്യില്. ഫോർത്ത് എസ്റ്റേറ്റിൽ പോയി ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഏതെങ്കിലും ഉണക്ക പത്രത്തിന്റെ ചരമക്കോളം എഡിറ്റ് ചെയ്യുന്ന ഒരു സബ് എഡിറ്റർ ട്രെയിനി നിന്റെ കരിയറിന്റെ ഓപ്റ്റിമം പോയിന്റ് അത്രേ ഉള്ളൂ. സോറി, രംഗബോധം ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു, ഒരു നിസ്സഹായന്. അത് പാലിക്കുന്നു. കൃഷ്ണയ്യരുടെ കോടതി പിരിയാറായി. അതിനുള്ളിൽ ബെഞ്ച് ക്ലാർക്കിനെ കണ്ട് ഈ ഓർഡർ സീൽ ചെയ്യിച്ചോളൂ. സ്മഗ്ലർ വില്യംസിന് ജാമ്യം. എന്റെ റിസ്കിൽ, ഹരിപ്രസാദ് എന്ന ഈ സൂര്യയുടെ റിസ്കിൽ. ഹരിപ്രസാദിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഹരി ഉറപ്പ് പറഞ്ഞിരുന്നു എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. വാക്ക് പാലിച്ചു. ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, സത്യസന്ധന. എന്തിനാ അയാൾ ഇത്രയും ഉദാരമനസ്കനാകുന്നത്? ഡാഡിയെ കയ്യിലെടുത്ത് എന്നെ സ്വാധീനിക്കാൻ? അല്ല മോളെ, നിന്നെ പോലൊരു ദൃക്സാക്ഷിയെ തകർക്കാൻ രവിവർമ്മ വക്കീൽ ഇനഫ് ആൻഡ് മോർ. ഐ വിറ്റ്നസ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ മോളെ. ഒന്ന് ഞാൻ പറയാം, ഹരിയെക്കുറിച്ച് മുമ്പ് ഞാനും ഇപ്പൊ നീയും ധരിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ്. അതെ മോളെ, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞവരല്ലേ. ഡാഡി, ആ, രാവിലെ എങ്ങോട്ടാ? ബാറിലേക്കാണോ? എങ്കി പോണ്ട. ദാ ഇതൊക്കെ ഞാൻ എന്നേ നിർത്തി മോളെ. വേണ്ട, ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടാന്ന് വെക്കണ്ട. പണിയെടുക്കാൻ എനിക്കും കഴിയും, സമ്പാദിക്കുന്നുണ്ട് ഡാഡി ഞാൻ. ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട്, ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ്. ഇനി ഡാഡി അലയണ്ട. ക്ഷമിക്കണം മോളെ, ഡാഡിക്ക് അബദ്ധം പറ്റി. അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. ഇനി എവിടെയെങ്കിലും പോയി വല്ല കൂലിപ്പണി ചെയ്തെങ്കിലും നിങ്ങളെ പോറ്റിയില്ലെങ്കിൽ ചത്തു മോളി ചെല്ലുമ്പോ കർത്താവ് വെറുതെ വിടുവോ? ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല. മാഗിയും മോളും എന്നോട് ക്ഷമിക്കണം.